സംഖ്യാപുസ്തകം അധ്യായം 21. ഇസ്രായേൽ ചാരന്മാരുടെ വഴിയായി വരുന്നു എന്ന് ദക്ഷിണദേശത്ത് വസിക്കുന്ന കനാന്യനായ ഗോദാർ രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ചിലരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിന് ഒരു നേർച്ച നേർന്നു. ഈ ജനത്തെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർപ്പിതമായി നശിപ്പിക്കും എന്ന് പറഞ്ഞു. ദൈവം ഇസ്രായേലിൻ്റെ അപേക്ഷ കേട്ടു കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹേർമ എന്ന് പേരായി. പിച്ചള സർപ്പത്തെക്കുറിച്ച്. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര തുടർന്നു. ദീർഘവഴി മൂലം ജനത്തിൻ്റെ മനസ്സു ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ നിസ്സാരമായ ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ ദൈവത്തിനും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അടയാളമായി ഉയർത്തുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അടയാളമായി ഉയർത്തി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ പിച്ചള സർപ്പത്തെ നോക്കിയാൽ ജീവിക്കുമായിരുന്നു. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് യാത്ര തുടർന്ന് സൂര്യോദയ സ്ഥലമായ കിഴക്ക് മോവാബിൻ്റെ നേരെയുള്ള മരുഭൂമിയിൽ ഐൻ എബ്രായയിലും അവിടെ നിന്ന് പുറപ്പെട്ട് സാദാർ താഴ്വരയിലും അവിടെ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർന്നോൻ തോട്ടിനക്കരെയും പാളയമിറങ്ങി. അർന്നോൻ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിർത്തിയാകുന്നു. അതുകൊണ്ട് മേഘത്തിലെ പോലെ അർന്നോൻ താഴ്വരകളും ആരിൻ്റെ നിവാസത്തോളം നീണ്ടു. മോവാബിൻ്റെ അതിരിങ്കലെ താഴ്വര, ചരിവ് എന്നിങ്ങനെ ദൈവത്തിൻ്റെ യുദ്ധഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവം മോശയോട് ജനത്തെ വിളിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അതുതന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങി വരിക, അതിന് പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ണുകൾ കൊണ്ടും കുഴിച്ച കിണർ എന്നുള്ള പാട്ട് പാടി. പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മദ്ധാനയ്ക്കും
മത്താനയിൽ നിന്ന് നഹലീയേലിനും നഹലീയേലിൽ നിന്ന് ബാമോത്തിനും ബാമോത്തിൽ നിന്ന് മോവാബിൻ്റെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും ആശീമോനെതിരെയുള്ള മലമുകളിലേക്കും യാത്ര ചെയ്തു. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യരുടെ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ നിന്റെ അതിർത്തി കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പോയിക്കൊള്ളാം എന്ന് പറയിച്ചു. എന്നാൽ സീഹോൻ തൻ്റെ ദേശത്തു കൂടി ഇസ്രായേൽ കടന്നു പോകുവാൻ സമ്മതിക്കാതെ തൻ്റെ ജനത്തെ എല്ലാം കൂട്ടി ഇസ്രായേലിനെതിരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ യാഹാസിൽ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് വെട്ടി. അർന്നോൻ മുതൽ യബ്ബോക്ക് വരെയും അമ്മോന്യരുടെ അതിർത്തി വരെയും ഉള്ള അവൻ്റെ ദേശത്തെ കൈവശമാക്കി. അമ്മോന്യരുടെ അതിർത്തി ശക്തമായിരുന്നു. ഈ പട്ടണങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചു. അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ എല്ലാ പട്ടണങ്ങളിലും താമസമുറപ്പിച്ചു. ഹെശ്ബോനിലും അതിൻ്റെ സകല ഗ്രാമങ്ങളിലും പാർത്തു. ഹെശ്ബോൻ അമോര്യരുടെ രാജാവായ സീഹോന്റെ നഗരം ആയിരുന്നു. അവൻ മോവാബിൻ്റെ മുൻ രാജാവിനോട് യുദ്ധം ചെയ്ത് അർന്നോൻ വരെയുള്ള അവൻ്റെ ദേശമെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിരുന്നു. അതുകൊണ്ട് കവികൾ പാടുന്നു: ഹെശ്ബോനിൽ വരുവിൻ, സീഹോന്റെ നഗരം പണിതുറപ്പിക്കട്ടെ. ഹെർബോനിൽ നിന്ന് തീയും സീഹോന്റെ നഗരത്തിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ടു. മോവാബിലെ ആരിനെയും അർന്നോവിലെ വിഗ്രഹ സേവകരെയും ദഹിപ്പിച്ചു. മോവാബേ, നിനക്ക് ആ കഷ്ടം! കെമോഷിൻ്റെ ജനമേ, നീ നശിക്കുന്നു. അവൻ തൻ്റെ പുത്രന്മാരെ പലായനത്തിനും പുത്രിമാരെ അമോര്യ രാജാവായ സീഹോന് അടിമയായും കൊടുത്തു. ഞങ്ങൾ അവരുടെ നേരെ അമ്പെയ്തു. റീബോൻ വരെ ഹെശ്ബോൻ വയലുകൾ നശിച്ചു. മെദബ വരെയുള്ള നോഫയോളം അവരെ ശൂന്യമാക്കി. ഇങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് താമസമായി. അനന്തരം മോശ യൗസേപ്പിനെയും ഒറ്റുനോക്കുവാൻ ആളയച്ചു. അവർ അതിൻ്റെ ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത് അവിടെയുള്ള അമോര്യരെ ഓടിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് ബാശാൻ വഴിയായി പോയി. ബാശാൻ രാജാവായ ഓഗ് തൻ്റെ സർവജനവുമായി അവർക്കെതിരെ പുറപ്പെട്ടു. അർധിയിൽ വച്ച് യുദ്ധം നടന്നു. അപ്പോൾ ദൈവം മോശയോട്, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവൻ്റെ സകല ജനത്തെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഹെശ്ബോനിൽ പാർത്ത അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ അവനോട് ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവർ അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സകല ജനത്തെയും മുഴുവനായും സംഹരിച്ചു. അവൻ്റെ ദേശത്തെ കൈവശമാക്കി.
ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ